യുദ്ധഭീതിയിൽ വിമാനം റദ്ദാക്കിയതോടെ ദുബായിൽ കുടുങ്ങിയിരിക്കുകയാണ് ഗായകൻ ബിജു നാരായണൻ. 1:45 വിമാനത്തിൽ കയറിയതിന് തൊട്ടു പിന്നാലെയാണ് വിമാനം സർവീസ് റദ്ദാക്കിയെന്നുള്ള അറിയിപ്പ് വന്നത്. ബിജു നാരായണൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈൻ. ശ്രീ ബിജു, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? ഹായ് ഗോപി, കേൾക്കുന്നുണ്ട്. ഹായ് ബിജു, ഇത് പെട്ടെന്ന് വിമാനത്തിൽ കയറിയ ശേഷമാണോ സർവീസ് റദ്ദാക്കിയെന്നുള്ള അറിയിപ്പ് കിട്ടിയത്? അതെ 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 ഞാൻ 1:45 എയർ ഇന്ത്യയുടെ ദുബായ് കൊച്ചി ഫ്ലൈറ്റിനായിരുന്നു ട്രാവൽ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഫ്ലൈറ്റിനകത്ത് കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ലാസ്റ്റ് കയറിയത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പൈലറ്റിന്റെ അനൗൺസ്മെന്റ് വന്നു. ഫ്ലൈറ്റ് ക്യാൻസലേഷൻ പറഞ്ഞില്ല, അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവർ അപ്ഡേറ്റ് ചെയ്തു കാര്യങ്ങൾ. അപ്പോൾ ആരും പാനിക് ആവരുത്, ഇമ്മീഡിയറ്റ്ലി എല്ലാ വിൻഡോസും ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അപ്ഡേറ്റ്സ് വന്നു, ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല, എല്ലാവരും ശാന്തരായിട്ടിരിക്കണം. പക്ഷെ ആ സമയത്ത് അവർ ഫുഡെല്ലാം കൊടുത്തു എല്ലാവർക്കും, എല്ലാ ക്ലാസ്സിലും എല്ലാ ആളുകൾക്കും അവർ ഫുഡും അതുപോലെ വെള്ളവും എല്ലാം ചോദിക്കുന്നത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നൊരു ഏകദേശം ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പൈലറ്റ് ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെന്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങി ഇമിഗ്രേഷനോടൊക്കെ ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ പല ഫ്ലൈറ്റ്സാണല്ലോ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പാസഞ്ചേഴ്സിന്റെ അവരെ ട്രീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും ലഗേജ് കിട്ടാൻ തന്നെ ഇപ്പോൾ 1 മണിക്കൂർ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലഗേജ് എടുത്ത് ഞാനിപ്പോൾ പുറത്ത് പോവാണ്, ഞാൻ മൂവ് ചെയ്യാണ്. ഇനി എപ്പോഴാണ് അടുത്ത ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും ആ വിവരങ്ങൾ എന്തെങ്കിലും പറഞ്ഞു അവർ? ഇനി നെക്സ്റ്റ് ഫ്ലൈറ്റ് ഇപ്പോൾ ഞാൻ എയർ ഇന്ത്യയുടെ ഒരു മെയിൻ സ്റ്റാഫായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് നാളെ എന്തായാലും ഉണ്ടാവില്ല എന്നാണ് അവർ ആധികാരികമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഒരു ഇൻഫർമേഷൻ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിൽ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എയർ ഇന്ത്യയുടെ മറ്റ് പല എയർലൈനിൽ പല ഡെസ്റ്റിനേഷൻസ് പോകുന്നവർ ബുക്ക് ചെയ്തിട്ടുള്ളവർ റിസർവേഷൻ സെന്ററിൽ വിളിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് വീണ്ടും ഇതെല്ലാം നോർമലായി വരാണെങ്കിൽ ആ സമയത്ത് തീർച്ചയായിട്ടും അവരുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇല്ലെങ്കിൽ തന്നെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ട് PNR അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഫർദർ പൈസയൊന്നും കൊടുക്കണ്ട, നമ്മൾ സെയിം ബുക്കിങ്ങിൽ ട്രാവൽ ചെയ്യാം. ഈ ആപ്പ് എയർ ഇന്ത്യയുടെ ആപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ബുക്കിങ്ങിൽ കയറിയിട്ട് മോഡിഫൈയിൽ കയറിയിട്ട് PNR അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് സെയിം PNRൽ തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റും, വേറെ ഫർദർ പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് എന്നാണ് എന്നുള്ളതൊക്കെ മിക്കവാറും എനിക്കറിയില്ല, നമുക്ക് പറയാനായിട്ട് ആധികാരികമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, സിറ്റുവേഷൻ അങ്ങനെയല്ലേ. അതെ, ഏതായാലും ശ്രീ ബിജു പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്താൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു ഗോപി. ഓക്കെ, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.